എല്ലാവർക്കും നമസ്കാരം. നമ്മൾ എങ്ങനെയാണ് അപ്രൈസൽ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ബോണഫൈഡ് സർട്ടിഫിക്കറ്റിന് വേണ്ടി അപേക്ഷിക്കേണ്ടതെന്ന് നോക്കാം. നിങ്ങൾ താഴെ തന്നെ മെമ്പർഷിപ്പ് സർവീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബട്ടൺ ഉണ്ട്. ഇവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ അപ്രൈസൽ സർട്ടിഫിക്കറ്റിനായിട്ട് അപേക്ഷിക്കാനുള്ളതുണ്ടായിരിക്കും. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ഉടനെ തന്നെ നിങ്ങൾക്ക് ഒരു ഫോമാണ് ഓപ്പൺ ആവുക. ഈ ഫോമിൽ പ്രത്യേകിച്ച് ഡീറ്റെയിൽസ് പറയുന്നുണ്ട്. അപ്രൈസൽ സർട്ടിഫിക്കറ്റിന് ആവശ്യമായിട്ടുള്ള രേഖകൾ വില്ലേജ് ഓഫീസറിൻ്റെയോ അല്ലെങ്കിൽ വാർഡ് മെമ്പറിൻ്റെയോ സാക്ഷ്യപത്രം അപ്ലോഡ് ചെയ്യണം. പാസ്പോർട്ട് സൈസ് ഫോട്ടോ അപ്ലോഡ് ചെയ്യണം. സർട്ടിഫിക്കറ്റിന് ആവശ്യമായിട്ടുള്ള തുക ട്രാൻസ്ഫർ ചെയ്തതിൻ്റെ ബാങ്ക് സ്ലിപ്പ് അല്ലെങ്കിൽ നമ്മൾ ഗൂഗിൾ പേ അയക്കുന്ന സമയത്ത് നമുക്കൊരു സ്ലിപ്പ് കിട്ടും, അതും നമ്മൾ അപ്ലോഡ് ചെയ്യണം. ഫോം എല്ലാതും പൂരിപ്പിച്ചതിന് ശേഷം താഴെ ആ കണ്ണിൽ കാണുന്ന ലിങ്കിൽ ഒന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് സർട്ടിഫിക്കറ്റ് അയച്ചു തരുന്നതിന് അപേക്ഷിക്കാം. ഇത്രയാണ് ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ. നമുക്ക് നോക്കാം എങ്ങനെയാണ് പൂരിപ്പിക്കേണ്ടതെന്ന്. ജസ്റ്റ് നിങ്ങൾ ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം മെമ്പർഷിപ്പ് ID നമ്പർ ടൈപ്പ് ചെയ്യുക. മെമ്പർഷിപ്പ് ഉള്ള വ്യക്തികൾക്ക് മാത്രമാണ് അപ്രൈസൽ സർട്ടിഫിക്കറ്റ് അപേക്ഷിക്കാൻ സാധിക്കുക. അതുകൊണ്ട് ആദ്യം നിങ്ങൾ മെമ്പർഷിപ്പ് ക്ലിക്ക് ചെയ്യുക. നമ്മൾ ജസ്റ്റ് ടൈപ്പ് ചെയ്യണം. രണ്ടാമത് നമ്മൾ പേയ്മെൻറ്റ് അടച്ചിട്ടുള്ള റെസിപ്റ്റ് നമ്മളിതിൽ അപ്ലോഡ് ചെയ്യാം. ജസ്റ്റ് നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യണം ഇതിൻ്റെ. അതിനുശേഷം ഈ ബ്രൗസിംഗ് എന്ന് പറഞ്ഞുള്ളത് കാണാം. നിങ്ങളുടെ ഫോണിൽ നിന്നും അപ്ലോഡ് ചെയ്തതിൻ്റെ സ്ലിപ്പ് നിങ്ങൾ ഒന്ന് ജസ്റ്റ് ടാപ്പ് ചെയ്ത് കൊടുക്കുക. ലോഡിംഗ് ആവും. ലോഡിംഗ് ആയതിനു ശേഷം ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും പേയ്മെൻറ്റ് അപ്ലോഡായി. അതിനുശേഷം നിങ്ങളുടെ ആധാർ നമ്പർ കൊടുക്കുക, പേര്, ഇതെല്ലാം ഞാൻ ഡെമോ ആണ് കൊടുക്കുന്നത്. നിങ്ങൾ കൃത്യമായിട്ട് കൊടുക്കുക. ഇതെല്ലാം വെരിഫിക്കേഷൻ ചെയ്തതിന് ശേഷം മാത്രമായിരിക്കും നിങ്ങൾക്ക് അതിൽ വരിക. ഇപ്പോൾ നിങ്ങൾ എപ്പോഴാണ് ഇഷ്യൂ ചെയ്യുന്നത് ആ ഡേറ്റ് കൊടുക്കുക. അതിനുശേഷം നിങ്ങളുടെ പേര്, സ്ട്രീറ്റ്, ലൊക്കേഷൻ്റെ പേര്, ഇതിൽ എല്ലാതും വ്യക്തമായിട്ട് കൊടുക്കണം. കാരണം ഇത് അപ്രൈസൽ സർട്ടിഫിക്കറ്റ് ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ എല്ലാ വിവരങ്ങളും ഇതിൽ ഉൾപ്പെടുത്തുന്നതാണ്. ഏജ്, നിങ്ങൾക്ക് എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്, എല്ലാതും കൊടുക്കുക. അതിനുശേഷം ഇവിടെ നെക്സ്റ്റ് എന്ന് പറഞ്ഞ ബട്ടൺ നിങ്ങൾ അമർത്തണം. അപ്പോൾ നെക്സ്റ്റ് പേജിലേക്ക് പോകും. ഇവിടെയാണ് നമ്മൾ വില്ലേജ് ഓഫീസറിൻ്റെയോ അല്ലെങ്കിൽ വാർഡ് മെമ്പറിൻ്റെയോ സാക്ഷ്യപത്രം നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടത്. സെയിം ഇതേപോലെ തന്നെയാണ്. ഒരു ജസ്റ്റ് വെയിറ്റ് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ ഗാലറിയിൽ നിന്നും ആ സാക്ഷ്യപത്രം അപ്ലോഡ് ചെയ്യുക. തുടർന്ന് ഇവിടെ നിങ്ങൾ സ്റ്റാമ്പ് സൈസ് ഫോട്ടോ സെയിം അതേപോലെ ഒന്ന് വെയിറ്റ് ചെയ്യുക. ഫോട്ടോ അപ്ലോഡ് ചെയ്യുക. അതിനുശേഷം സബ്മിറ്റ് കൊടുക്കുക. ഇവിടെ ലോഡായിക്കൊണ്ടിരിക്കുന്നു. സബ്മിറ്റ് ചെയ്ത ഉടനെ തന്നെ നിങ്ങൾക്ക് ഇങ്ങനത്തെ ആയിരിക്കും വരിക. നിങ്ങളിതിൽ ചെയ്യേണ്ടത് പ്ലീസ് ക്ലിക്ക് ദ ലിങ്ക്, ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം റീഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഇവിടെ അപ്രൈസൽ സർട്ടിഫിക്കറ്റിനായിട്ട് അപേക്ഷിക്കാം. ഇതാണ് ഇതിൻ്റെ ഒരു പ്രൊസീജിയർ. ഓക്കെ.